ഈ റവാഡ ചന്ദ്രശേഖർ നമ്മുടെ പുതിയ DGP ആയതിനെ തുടർന്നിട്ട് ഒറ്റ CPM നേതാക്കന്മാർ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അതായത് ഈ കൂത്തുപറമ്പ് കേസും മറ്റ് അതൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ, കോടതി വെറുതെ വിട്ടില്ല എന്നൊക്കെയാണ് MV ഗോവിന്ദനൊക്കെ പറയുന്നത്. പക്ഷേ ഒരു സഖാവ് വന്നിട്ടുണ്ടായിരുന്നു, പരസ്യമായിട്ട് അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് കണ്ടു എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്ന മാധ്യമങ്ങളോട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടിരുന്ന് വിവരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ കുറച്ച് അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ഇദ്ദേഹം പേടിച്ചുകൊണ്ട് വീട്ടിനകത്തോട്ട് കയറിപ്പോയി. എന്നിട്ട് പിന്നെ വന്നിട്ട് പറയണത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, വ്യാഖ്യാനിച്ചതാണ്. നമ്മുടെ ഗോവിന്ദന്റെ സ്ഥിരം ഒരു ശൈലി ഉണ്ടല്ലോ, അതുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ എന്താണ് ചേട്ടന് എങ്ങനെയാണ് അതിനെ കാണുന്നത്? പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആദ്യം മുതലേ അദ്ദേഹത്തിന് ഈ പിണറായി ഭയം ഭയങ്കരമായിട്ടുണ്ട്. ഈ പി ജയരാജൻ ഭയം എന്നൊക്കെ പറയുന്നത്. അതെ അതെ പി ജയരാജൻ ധീരസഖാവ് എന്ന് പറഞ്ഞൊരു വളരെ മനോഹരമായൊരു പാട്ട് അദ്ദേഹത്തിന് ഇറങ്ങിയിരുന്നു. നമ്മളൊക്കെ ഈ മനസ്സിനൊക്കെ എന്തെങ്കിലും വിഷമമൊക്കെ ഉള്ളപ്പോൾ ഈ പാട്ട് കേട്ടാൽ ഒരു ഭയങ്കര റിലാക്സ് കിട്ടുന്നൊരു പാട്ടാണ്. അത്ര നല്ല രീതിയിൽ സംഗീതമൊക്കെ ചെയ്ത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് പിണറായി ആകെ അസഹിഷ്ണുതയായി. കാരണം ഇനി ഇവൻ എന്നേക്കാൾ വളരുമോ എന്ന് പറഞ്ഞ് പേടിച്ച് പിണറായി വെച്ചൊരു പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര ഹിറ്റ് ഒന്നും. അതെ 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 അതിപ്പം കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് തിരുവാതിരയ്ക്കൊക്കെ മറ്റേ PK ശ്രീമതിയൊക്കെ തിരുവാതിര കളിച്ചതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ട് വന്നപ്പോഴത്തേക്ക് പിണറായി ആകെ അസ്വസ്ഥനായി. അങ്ങനെ ഇത് പാട്ട് നിരോധിക്കണമെന്ന രീതി, ഇത് വ്യക്തിപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമായി. പക്ഷേ അത് പാട്ട് ഇപ്പോഴും ഹിറ്റായി കിടപ്പുണ്ട്. പക്ഷേ പി ജയരാജൻ പിന്നെ അതിനുശേഷം ഈ പാട്ട് കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പേടിച്ചിട്ട് പുള്ളി വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് അത് ആരെങ്കിലും എവിടെയെങ്കിലും ഇട്ടാലും പുള്ളി പെട്ടെന്ന് അത് ഓഫ് ചെയ്യാൻ പറയും. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഈ റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ന്യായീകരിച്ച് പറഞ്ഞപ്പോഴും പി ജയരാജൻ അതിനെ വിമർശിച്ചാണ് പറഞ്ഞത്. അതായത് CPM രാഷ്ട്രീയത്തിൽ പിണറായി വിജയന് മറുവാക്ക് പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം നമുക്കറിയാം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പോലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പിണറായി വന്ന് കണ്ട് കുമ്പിട്ട് പോയാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പാർട്ടിയുടെ അവസ്ഥ. കാരണം ഒരു ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും പിണറായിയുടെ കാലിൽ തൊട്ട് തൊഴുതേ പോകാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപൂജ പാടില്ല എന്നും പറയും. വ്യക്തിപൂജ പാടില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹം ഇരട്ടച്ചങ്കനാണെന്ന് പറയുന്നു, കാരണഭൂതനാണെന്ന് ഇദ്ദേഹത്തിന് ഒഴിച്ചിട്ടുള്ള കാര്യം പറയുന്നത്. അതെ 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 ക്യാപ്റ്റനും കാരണഭൂതനും ഒക്കെയാണ്. ഇപ്പോൾ ഡോക്യുമെൻ്ററിയൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ ഇറങ്ങി അത് വന്നിരുന്ന് കോൾമേയർ കൊണ്ട് കാണുകയൊക്കെ ചെയ്തു. അതിൻ്റെ പ്രിവ്യൂവിന് വേറെ ആരും കാണാനില്ലായിരുന്നു. ഭാര്യയും കുടുംബം മാത്രം ഒക്കെ ആയിട്ട് വന്നിരുന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇവരുടെ ഈ വ്യക്തിപൂജ പിണറായി വിജയന് ബാധകമല്ല, പ്രായം പുള്ളിക്ക് ബാധകമല്ല, ഒന്നും പുള്ളിയെ സംബന്ധിച്ച് ബാധകമല്ല. എത്ര തവണ മുഖ്യമന്ത്രി ആവുന്നത് ബാധകമല്ല, എത്ര തവണ വേണമെങ്കിലും MLA ആവാം. ബാക്കിയുള്ളവർക്ക് 2 ടേം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ ആരെങ്കിലും ഇത് പിണറായി വിജയനെതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് പിന്നീട് പാർട്ടിയിൽ ഗതിയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്ന് റവാഡ ചന്ദ്രശേഖരനെ DGP ആയി നിയമിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് മുതിർന്ന CPM നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നത്. അപ്പോൾ അതിൽ വിഭിന്നമായ സ്വരം ഉയർത്തിയ ആളായിരുന്നു പി ജയരാജൻ. എന്നാൽ കളം ശരിയല്ലെന്ന് മനസ്സിലാക്കി പി ജയരാജൻ ഇപ്പോൾ ഉൾവലിഞ്ഞു. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാണ് U-turn എടുത്തിരിക്കുന്നത്. കാരണം എപ്പോഴും ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ പണ്ടായിരുന്നു ഇത് നടക്കുന്നത്. കാരണം പണ്ട് ഈ പത്രം മാത്രം ഉള്ളപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇപ്പം ലൈവ് ആയതുകൊണ്ട് ഒന്നും നടക്കില്ല. മീഡിയ മുഴുവൻ സ്ട്രോങ് ആയപ്പോഴത്തേക്ക് റവാഡ ചന്ദ്രശേഖരനെ DGP ആയി നിയമിച്ചതിൽ തൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് പി ജയരാജൻ പ്രതികരിച്ചത്. DGP നിയമനത്തിൽ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് താൻ പറഞ്ഞതെന്നും എന്നാൽ ചില മാധ്യമങ്ങൾ പ്രത്യേക താല്പര്യപ്രകാരം അത് വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. കാരണം ഇവരൊക്കെ അന്നേ വച്ചേക്കുന്ന ടെക്നിക്ക് ഇപ്പോഴും അതാണ്. കാരണം ഇത് മാധ്യമങ്ങൾ മാറി എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയുന്നില്ല. പാലക്കാട് മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടപ്പോഴാണ് പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖരനെ നിശ്ചയിച്ച കാര്യം അറിഞ്ഞത്. ഞാൻ വാർത്താ സമ്മേളനം ഒന്നും വിളിച്ചിട്ടില്ല. എൻ്റെ പ്രതികരണം ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നു. അത് കേട്ടാൽ ആർക്കും വേറെ സംശയം ഉണ്ടായില്ല. മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ചില മാധ്യമങ്ങൾ അനുകൂലിച്ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ചിലർ ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പ് ചർച്ചയാക്കിയെന്ന് വാർത്ത കൊടുത്തു. അവരുടെ താല്പര്യം തനിക്ക് അപ്പോഴേ മനസ്സിലായെന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നു. CPMനെ താറടിച്ച് കാണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ദുർവ്യാഖ്യാനം. മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണിത്. സർക്കാർ തീരുമാനത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായും സർക്കാരാണ്, പാർട്ടിയല്ലല്ലോ. സർക്കാരിനോട് നിർദ്ദേശിക്കേണ്ടത്. കേന്ദ്രം നൽകിയ 3 പേരുകളിൽ ഒരാളെ സംസ്ഥാനം മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചു. എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇവർ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രണമായി ശ്രമിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അതായത് ഇവർക്കെതിരെ വരുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ നല്ല വൃത്തിയെ ശകാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. 100%. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയെ റവാഡ ചന്ദ്രശേഖരൻ നിയമിച്ചത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സർക്കാർ തീരുമാനത്തിൻ്റെ മെറിറ്റ് പരിശോധിക്കാൻ താൻ അധികാരത്തിൻ്റെ ഭാഗമല്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. നയപരമായ കാര്യങ്ങളാണ് പാർട്ടി തീരുമാനിക്കുക, മറ്റുള്ളവ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് തീരുമാനിക്കുക. ലഭിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി സർക്കാർ എടുത്ത തീരുമാനമാണ് ഇപ്പോഴത്തേത്. അത് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. യോഗേഷ് ഗുപ്തയുടെ അയോഗ്യത എന്തെന്ന് സർക്കാർ വക്താക്കളോട് തന്നെ ചോദിക്കണം. റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ശേഷം എടുക്കുന്ന നടപടികളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയാം. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന നിതിൻ അഗർവാൾ തലശ്ശേരി ASP ആയിരുന്ന കാലത്ത് ഇപ്പോഴത്തെ CPM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M സുകുമാരനെ ലോക്കപ്പിൽ ഭീകരമായി തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു. ഒരു കാലത്ത് ഇത്തരക്കാരെക്കുറിച്ച് തങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെന്നും ജയരാജൻ പറയുന്നു. കൂത്തുപറമ്പ് വിഷയത്തിൽ CPMമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. കാലങ്ങൾക്ക് ശേഷം CPM സർക്കാരിൻ്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നുവെന്നത് കൗതുകകരമായ കാര്യമാണ്. റവാഡയോട് CPMന് അനിഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നിയമനം വിലയിരുത്തപ്പെടുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രതിയായിരുന്നുവെന്ന് പി ജയരാജൻ പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പി ജയരാജൻ്റെ പ്രതികരണം. ഇവരുടെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമെന്ന് പറയും. കോൺഗ്രസിൻ്റെ BJPയുടെ ആണെങ്കിൽ ഒരിക്കലും കഴിഞ്ഞ കാര്യമല്ല. 10-100 വർഷം മുമ്പ് നടന്ന അതിൽ ഇപ്പം നടന്ന പോലെ. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസക്തി ഉണ്ടെന്നാണ് പുള്ളി നിലമ്പൂരിലെ RSSുമായിട്ട് സന്ധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായി മാറി. അത് ഒരു കാര്യമില്ലാതെ അതിനകത്തോട്ട് പറഞ്ഞതാ. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ എന്തായാലും ഈ പാർട്ടിയിലുള്ളവരെല്ലാം കൂടെ ഈ പിണറായിയെ പേടിച്ച് ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് പണി കിട്ടിയെന്നുള്ള രീതി പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും ഓരോ ബൂത്തിൻ്റെയൊക്കെ ചുമതല നൽകിയിരുന്നു, MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ. അപ്പോൾ യുവമാർക്ക് ചോദ്യം വരാതിരിക്കാൻ വേണ്ടി യുവമാർ പറഞ്ഞ് ഞങ്ങളെല്ലാ രീതിയും നല്ല രീതിയിൽ പ്രവർത്തിച്ച, പക്ഷേ എന്ത് ചെയ്യാനാ ഗോവിന്ദൻ മാഷി എന്ന് പറഞ്ഞ് ഇതുപോലെ RSSുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് അതെല്ലാം പോയി. നമുക്കിനി ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാം പാവപ്പെട്ടവൻ്റെ തലയിലൊക്കെ കെട്ടിവെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഓട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇത് ഭരണവിരുദ്ധ വികാരവും മറ്റേത്. അപ്പോൾ പിണറായിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഗോവിന്ദൻ്റെ മണ്ടയ്ക്കെടുത്ത് വെച്ചു കൊടുത്ത സാധനമാണിത്. ഗോവിന്ദൻ തന്നെ പറയുന്നത് എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നതിനാണ് ഗോവിന്ദൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് കുറേ മണ്ടന്മാരുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും അവന്മാരെ മണ്ടയ്ക്ക് കെട്ടിവയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം. അതുപോലെ ഇപ്പോൾ ഒരു ബലിയാടാണ് നമ്മുടെ MV ഗോവിന്ദൻ. അതെ, എല്ലാവരുടെയും ഇതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്വരാജ് ഈ തോറ്റതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്വരാജിൻ്റെ അഹങ്കാരവും ഒപ്പം പാർട്ടിയുടെ ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് തോറ്റത്. പക്ഷേ ഇതിപ്പോൾ തലേന്ന് ഗോവിന്ദൻ പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ തടി ഊരിക്കൊണ്ടിരിക്കുക. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഏതായാലും പി ജയരാജനും വരണ്ടിരിക്കുന്നു. പിണറായിയുടെ ഒരു കണ്ണുരുട്ടലോടുകൂടി പി ജയരാജനും മാളത്തിൽ ഒളിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.